ഹലോ. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ കാളവേല ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കണത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. കാരണം അവിടുത്തെ കാളവേലയും പൂരവും ആ ദിവസമാണ്, ഇവിടുത്തെ ഒരു ദിവസമാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസം ആവുകൊണ്ട് ഓരോരുത്തരല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് നേരെ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പോൾ നല്ല മഴ. ഇവിടെ പൊതുവേ കാളവേലയും പൂരമൊക്കെ ആയി കഴിഞ്ഞാൽ മഴ പതിവാണ്. പക്ഷേ ഇപ്രാവശ്യം കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒരുവിധം ഒരു 5 മണി ഒക്കെ ആയപ്പോഴേക്കും നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാള വെച്ചുകൊടുത്തിക്കാണ് പോണത്. ഇത് എൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ്, അതായത് ഏട്ടൻ്റെ ചേച്ചിയുടെ കുട്ടി. അവന് അമ്പാടിക്ക് ഒരേ പ്രായമാണ്. അപ്പോൾ ഞങ്ങൾ കാള വെച്ചുകൊടുത്തേക്ക് പോയി കാളേനൊക്കെ കണ്ടിട്ട് ഇതുണ്ട് നമ്മളിവിടുന്ന് കൊണ്ടുപോകണ കാള. ഇവിടെ കാളവേല 2 എണ്ണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെറുതും വലുതും ഉണ്ട്. അപ്പോൾ വലുതിന് അധികാരം പോവാറില്ല, ചെറുതിനെ പോവാറുള്ളൂ കേട്ടോ. വലുതിന് തിരക്ക് കൂടുതലാവും. അതായത് ഏറ്റവും വലിയ കാളവേല എന്ന് പറയുന്നത് മുളയങ്കാവിലെ കാളവേലയാണ്. കാരണം ഒരുപാട് കാളകൾ വരാനുണ്ട് അവിടെ വലുതിന്. അപ്പോൾ തിരക്കും കൂടുതലാവുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധികാരം പോവാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാളുടെ കൂടെ. ഇതിപ്പോൾ കാളേനെ വണ്ടിയുമ്മേക്ക് കയറ്റി വയ്ക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ അപ്പോഴേക്കും അമ്പാടിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ഉറങ്ങി. എന്നിട്ട് ഞങ്ങൾ നേരെ കാളുടെ കൂടെ കാവിലേക്ക് പോയിട്ടോ. ഹലോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇക്കൊല്ലത്തെ പൂരം കാളവേലയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാളവേലയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കാരണം കാളുടെ കൂടെ പോവുകയും ചെയ്തു, മുഴുവനായിട്ട് കിട്ടിയതുമില്ല, എടുക്കാനും പറ്റിയില്ല. കുട്ടി മഴ അത് ഇതെന്ന് പറഞ്ഞ പോലെ കുറേ തിരക്കും കാര്യങ്ങളും. അപ്പോൾ അത് ഒരു എൻഡാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ജോയിൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂരത്തിൻ്റെ അന്നാണ് എടുക്കണത്. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കാളവേലയുടെ അന്ന് കാളേനെയും കൊണ്ട് പോകുന്ന ടൈമിൽ ഏട്ടനൊന്ന് ജസ്റ്റ് വഴുക്കി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാല് ചെറുതായിട്ട് ഉളുക്കുണ്ട്, ബാൻഡേജ് കെട്ടിയിരിക്കണം, ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൂരത്തിന് പോയിട്ടില്ല. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് അമ്മയും ചേച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും കുട്ടിയും പോയിട്ടില്ല. ഞങ്ങൾ 3 ഇവിടെ ഉണ്ട്. ഏട്ടനില്ലാണ്ട് ഞങ്ങളിങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. ചേട്ടൻ വയ്യാതിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വേദന ഒക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഏട്ടനിപ്പോൾ കാലിത് അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് കെട്ടിയതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതിലും ചെറിയ വേദന ഉണ്ട് ഇപ്പോൾ. അപ്പോൾ പൂരമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഏകദേശം വരാനുള്ള ടൈമായിരുന്നു. കാരണം കുറേ നേരമായിരുന്നു അവർ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴ അതിൻ്റെ ഇടയ്ക്കൊന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെയ്ത് തോരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പോയിട്ടുണ്ട്, ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വരാറായിട്ടുണ്ട്. ഇനി ചേച്ചിയും കുട്ടിയായിട്ടൊക്കെ തന്നെ അവരുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വീട്ടിൽ കാര്യങ്ങളൊന്നുമില്ല, അവരൊക്കെ പോയി. ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ, വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഏട്ടനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. കാല് കുറവുണ്ട്, വേദന കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ വീട്ടിൽ പൊടിച്ചിട്ടാണ്. കാരണം പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കാവിലേക്ക് പോയിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ കുറേ സാധനങ്ങൾ വാങ്ങുന്ന വള, കുപ്പിവള, മാല, കമ്മൽ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ അങ്ങനെ വേണ്ടി കാവിലേക്ക് പോയില്ലേ. ഇപ്പോഴും ഉണ്ട്, ഞങ്ങളൊക്കെ പോകാറുണ്ട് കേട്ടോ. നമ്മൾ പോകാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും പൂരം കാളവേലയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നാളെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏട്ട അവസ്ഥ എങ്ങനെയെന്ന് നോക്കിയിട്ടുള്ളൂ. ഇനി നാളെ പോകാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയണ്ടായിരുന്നത്, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നലത്തേക്ക് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ബൈ.